നിന്ന് നമുക്കൊപ്പം ആകാശ് തടത്തിൽ ചേരുന്നുണ്ട്. കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് ആകാശ് നിൽക്കുന്നത്. ആകാശെ, ഹാപ്പി ഓണം, ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. പാളയം മാർക്കറ്റിലെ തിരക്കൊക്കെ ഇപ്പോഴും എല്ലാ കാലത്തും വലിയ തിരക്കാണ്. ഓണം ആയാലും എല്ലാ വിശേഷ ദിവസങ്ങളിലും പാളയം മാർക്കറ്റ് അത്രത്തോളം തിരക്കുള്ള ദിവസമാണ്. ഇന്ന് എന്താണ് പാളയം മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകൾ? ഉത്രാടപ്പാച്ചിലിൽ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് ആകാശ്? അരുണ, ഹാപ്പി ഓണം. സൂചിപ്പിച്ചതുപോലെ തന്നെ പാളയം മാർക്കറ്റിൽ ഏത് ഓണമായാലും ഏത് ആഘോഷമായാലും വലിയ തിരക്കുണ്ടാവുന്നതാണ്. എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് നേരിയ തിരക്ക് കുറവുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നു. രാവിലെയെല്ലാം ഇവിടെ നല്ല മഴയായിരുന്നു. അതിനാൽ തന്നെ ഈ കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്നതിൽ സംശയമാണ്. കാരണം ആ സമയങ്ങളിൽ രാവിലെയും ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ കൂടി കഴിഞ്ഞ ഓണത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണത്തെ ഓണത്തിന് കച്ചവടം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ നിലവിൽ ഈ ഉച്ച സമയത്തെ വിശ്രമം എല്ലാം കഴിഞ്ഞ് ആളുകൾ കൂടുതൽ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഈ സദ്യവട്ടത്തിന് ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടാകും. അതായിരിക്കും ഒരു പക്ഷേ ഇവിടെ നേരെ തിരക്ക് കുറവുള്ളത്. ചേട്ടാ, കച്ചവടം കണ്ട് അടിപൊളിയാണ്. കാലാവസ്ഥ പ്രതികൂലമായിട്ട് ബാധിച്ചോ? കാലാവസ്ഥ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. ഇന്നലെ പറ്റ പരാജയമായിരുന്നു. അല്ല, മഴ പെയ്തിരുന്നല്ലോ രാവിലെ. അതുകൊണ്ടാണ് ജനങ്ങളെ കൊണ്ട് വില എടുക്കാത്തത്. ഈ ചളി കൊണ്ട്. അല്ലെങ്കിൽ ആളുകൾ കണ്ടമാനം വരുമായിരുന്നു. ഇപ്പം നാട്ടുപുറത്തുള്ള കടകളിലൊക്കെ അങ്ങനെ കുറച്ച് വാങ്ങിയ ആളുകൾ ഇപ്പം തിരക്കില്ല. കണ്ടോ, അതാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ഓണത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു അല്ലേ? അന്ന് മഴയില്ലായിരുന്നു. അന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ മഴ പെയ്തണെങ്കിൽ കൂട്ട് നല്ല കാലാവസ്ഥ കിട്ടിയിട്ടാണ്. അത് തന്നെയാണ് പറയുന്നത്. രാവിലെ മഴ പെയ്തിരുന്നു. അതൊരു കാലാവസ്ഥ ഒരു പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോൾ വ്യാപാരികൾ തന്നെ പറയുന്നത്. ചേച്ചി, ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ, എല്ലാ സാധനങ്ങളും കിട്ടിയോ? കിട്ടി. കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓണൊക്കെ? ഓണം അടിപൊളിയായി. ഓണം സാധനമെല്ലാം വാങ്ങാൻ വേണ്ടി വന്നാണ്. ഓണം ഇങ്ങനെ പോണ്. പൂക്കളൊക്കെ വാങ്ങിച്ചോ? പൂക്കൾ വാങ്ങാൻ വേണ്ടി പോകാൻ പോണോ അല്ലേ അവിയേ? അത് തന്നെയാണ്. ഈ പാളയത്തിന്റെ തൊട്ട എതിർവശത്തായിട്ട് പൂക്കളും വിൽപ്പനയ്ക്കുണ്ട്. അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. എന്നാൽ കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു കച്ചവടമൊക്കെ? കച്ചവടം മോശമാണ്. മോശമായില്ലേ? എന്താണ് കാരണം? മഴ തന്നെയാണല്ലേ? ചേട്ടാ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലല്ലോ മോനെ. എന്ത് കച്ചവടം നടക്കുന്നുണ്ട്. ആളുകൾ കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ. ആൾക്കാര് പഞ്ചസാര വാങ്ങാൻ കഴിയാതെ വിട്ടിക്ക് തന്നെയാണ്. എല്ലാവരും വലിയ തിരക്കിലാണ്. കാരണം ഇത്തവണ കച്ചവടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ആളുകൾ കുറച്ച് മുൻപായി കുറച്ച് ആളുകൾ കൂടുതലായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ഇത്തവണ മലബാർ മേഖലയിലേക്ക് അല്പം മഴയൊക്കെ കിട്ടിയത് കാരണം ഈ ഓണദിനങ്ങൾ, ഉത്രാട ദിനമായ ഇന്ന് വരെ ഇത്ര ഒരു തിരക്ക് വിപണിയിൽ കാണാനില്ല. അല്പമൊക്കെ ആളുകളൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയാണ്. ഒരുപക്ഷെ രാവിലെ മഴ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം മഴ കുറയുന്ന സമയത്തൊക്കെ ആളുകൾ വിപണിയിലേക്ക് ഇറങ്ങാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് കോഴിക്കോട് പാളയത്ത് നിന്നുള്ള വിശേഷങ്ങൾ.